ഹലോ, എങ്ങോട്ട് പോകാനാണ് ഞങ്ങൾ ഈ റെഡിയായി നിൽക്കുന്നതെന്നല്ലേ? ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് എൻ്റെ സ്വന്തം നാട്ടിലെ ചെറിയൊരു ഡേ ഔട്ടിലേക്കാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും ബിസിയസ്റ്റ് പ്ലേസിലൊന്നായ ചാലൈ ബസാറിലേക്കാണ്. അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരു കാരണം കൂടിയുണ്ട്. പപ്പയുടെ ജ്വല്ലറി ഷോപ്പായ ആദിത്യ ഗോൾഡ് അവിടെയാണുള്ളത്. ചാലൈ ബസാറിൻ്റെ പ്രധാന പ്രത്യേകത തന്നെ ഇവിടെ എല്ലാം ഒരിടത്ത് കിട്ടുമെന്നുള്ളതാണ്. 150 മുകളിൽ ജ്വല്ലറി ഷോപ്പ് മാത്രം തന്നെയുണ്ട്. കൂടാതെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, ഹോം അപ്ലയൻസസ്, ഡ്രസ്, ഫാൻസി ഷോപ്സ്, അങ്ങനെ ഒത്തിരി കടകളുണ്ട്. എല്ലാം ഒരിടത്ത് എന്നുള്ളതിന് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ബസാർ. വലിയ മാളുകളും സൂപ്പർ മാർക്കറ്റുകളും വന്നിട്ടും ചാലയുടെ ആ പഴയ സ്റ്റൈലൊന്നും മാറ്റമില്ലാതെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നാരോ റോഡുകളും നിരനിരയ കടകളും ഒരിക്കലും ബോറടിക്കാത്തൊരു അനുഭവം. മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ വിലക്കുറവായിരിക്കും, അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റികളും. ഇതാണ് ഞങ്ങളുടെ ഷോപ്പ് ആദിത്യ ഗോൾഡ്. അവിടെ ചാലൈ ബസാറിൽ ജുമാ മസ്ജിദിനടുത്ത് തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത്. ഇത് ഞങ്ങൾക്ക് വെറുമൊരു കട മാത്രമല്ല, ഞങ്ങളുടെ ഒത്തിരി നാളത്തെ സ്വപ്നം കൂടിയാണ്. മിതമായ റേറ്റിൽ ഗോൾഡോ സിൽവറോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ പപ്പയെ കോൺടാക്ട് ചെയ്താൽ മതി, സെറ്റാക്കി തരും. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഷോപ്പിൻ്റെ പേരിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങളുടെ മോനെ വീട്ടിൽ വിളിക്കുന്ന പേര് ആദി എന്നാണ്. അത് വെച്ചിട്ടാണ് ആദിത്യ ഗോൾഡ് എന്ന് പേരിട്ടേക്കുന്നത്. ഞങ്ങളവിടെ ചൈന ബസാറിൽ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ചാലയിൽ നിന്നിറങ്ങി. ഇവിടെ വിൽപ്പനക്കാരും വാങ്ങുന്നവരും തമ്മിലുള്ള സംസാരവും ചിരിയും ചർച്ചകളും അതൊക്കെ തന്നെയാണ് ചാലയുടെ സൗന്ദര്യം. ഇതാണ് ഗാന്ധി പാർക്ക്. തിരക്കിനിടയിൽ ഒരു ശാന്ത സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളിവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. ഗാന്ധി പാർക്കിന് ഓപ്പോസിറ്റാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉള്ളത്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ നഗരത്തിൻ്റെ മുഴുവൻ ശബ്ദവും ഒന്ന് പതുക്കെ കുറയുന്നത് പോലെ തോന്നും. തിരക്കിനിടയിലും മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു സ്ഥലം. ഈ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ ഐഡൻറ്റിറ്റിയും. ക്ഷേത്രത്തിൻ്റെ പേര് തന്നെ നഗരത്തിൻ്റെ പേരിലുണ്ട്. തിരുവനന്തപുരം എന്നത് ശ്രീ പത്മനാഭൻ്റെ നഗരം എന്നാണ് അർത്ഥം. ഇവിടെ വിഷ്ണു ഭഗവാൻ അനന്തശയന രൂപത്തിലാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും അപൂർവമായ ദർശനങ്ങളിലൊന്നാണ്. ക്ഷേത്രത്തിൻ്റെ മുന്നിലെ ഈ വലിയ ഗോപുരം തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും ഐക്കോണിക് കാഴ്ചകളിലൊന്നാണ്. മറ്റൊരു ഫൺ ഫാക്റ്റ് എന്തെന്നാൽ ക്ഷേത്രത്തിലെ കൊടിമരം, അതായത് ധ്വജസ്തംഭം, ഒറ്റ മരത്തിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തിലെ പല ഭാഗത്തു നിന്നും ഒത്തിരി പേര് ക്ഷേത്ര ദർശനത്തിനായിട്ട് ഇവിടേക്ക് വരാറുണ്ട്. ഇവിടെ കുറച്ചു നേരം നിന്നാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. നാട്ടിലേക്ക് വന്നിങ്ങനെ കുഞ്ഞു കറക്കമൊക്കെ നടത്തുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളടങ്ങിയ ഈ ഒരു ദിവസത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.